കണ്ണൂർ ടൗണിൽ തന്നെ ഇങ്ങനെ ഒരു കോംബോ കൊടുക്കുന്ന തട്ടുകട ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇഡ്ഡലിയും ചിക്കൻ പാർട്സും മിക്സ്, തട്ടുകട മിക്സ് അറിയാലോ. അപ്പോൾ നമുക്ക് സാധാരണ പത്തൽ മിക്സ്, വിട്ട് മിക്സ് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കൻ പാർട്സ് ഇവിടെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഫ്രൈ ടൈപ്പും മറ്റൊന്ന് ഗ്രേവി ടൈപ്പും. അപ്പോൾ അതിൽ നമ്മൾ മിക്സ് ആക്കിയിട്ട് കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഇട്ടിട്ട് തട്ടുകട മിക്സ് ടൈപ്പിൽ മിക്സ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തുന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് ഈ തട്ടുകട തുറക്കുക. അപ്പോൾ തട്ടുകടേൻ്റെ ഇതിന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു തട്ടുകടേൻ്റെ ഒരു ബേസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇഡ്ഡലി മിക്സിന് വരുന്നത് 100 രൂപയാണ്. അതായത് 3 ഇഡ്ഡലിയും പിന്നെ ചിക്കൻ പാർട്സ് ഒരു പ്ലേറ്റ് ആണ്. അപ്പോൾ പ്ലേറ്റ് ചിക്കൻ പാർട്സിന് വരുന്നത് 70 രൂപയും 3 ഇഡ്ഡലിക്ക് ഓരോന്നിന് 10 രൂപ വെച്ചിട്ട് നമുക്ക് എത്ര ഇഡ്ഡലി വേണ്ടതെന്ന് വെച്ചാൽ അവർ അതിനകത്തായിട്ട് ഇട്ട് തരും. ഇത് മിക്സ് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ഉള്ളിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ തരുവാണ് ചെയ്യുക. ഇവിടെ ചേട്ടനും ചേച്ചി മാറി മാറി എല്ലാ പണിയും എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവർ മിക്സ് ആകുന്ന സമയത്ത് ഗ്രേവി അത്യാവശ്യം ആവശ്യത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതായത് എനിക്ക് പക്ഷേ അത്യാവശ്യം എന്താ പറയുക നല്ലോണം ഗ്രേവി ഉള്ളത് തന്നെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ വൈകുന്നേരങ്ങളിൽ അങ്ങനെ അടിച്ചും ഭാര്യ പോലെ തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവും. പക്ഷേ ഇവിടെ ആൾക്കാരുണ്ടാവും. ഇവർ ആക്കുന്ന സാധനങ്ങളൊക്കെ അന്നേരം തന്നെ ചിലവാകുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ചേച്ചി ഇവിടുന്ന് നല്ല ചൂട് ബോണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ വെളിച്ചെണ്ണയൊക്കെ നോക്കിയിട്ട് കരിക്കട്ട പോലത്തെ വെളിച്ചെണ്ണയില്ല, നല്ല ഫ്രഷ് വെളിച്ചെണ്ണയാണോ ഓയിലാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് ഫ്രഷ് ആയിരുന്നു കാണുന്നില്ല. അല്ലാണ്ട് ചില ഇടയ്ക്കുള്ള കരിക്കട്ട പോലത്തെ സാധനമല്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുക, ചിക്കൻ പാർട്സും ഇത് മിക്സ് ആക്കിയത് എനിക്കൊരു ഏവറേജ് ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല അത്ര തന്നെ. അപ്പോൾ ഇതാണ് സ്റ്റാൾ. അപ്പോൾ ഞാനൊരു ബോണ്ട ചൂടോടുകൂടിയാണ് ബോണ്ട ഞാൻ പറഞ്ഞു. ബോണ്ട ഞാൻ കഴിച്ചു. ബോണ്ട വെച്ചാൽ നിങ്ങൾ മിക്സ് ആയിട്ട് ഉള്ളിലുള്ള കൂട്ടണം. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് ആക്കുന്നില്ല അതേപോലെ തന്നെ. വേറെ ഓവറായിട്ട് നിങ്ങൾ മസാലയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയുള്ളൊരു ബോണ്ടയോ കാര്യങ്ങളൊന്നും സാധാരണ വീട്ടിൽ നിന്ന് തന്നെ ഉപ്പുമാവുണ്ട്. പിന്നെ ഉള്ളത് അത് കല്ലുമ്മക്കായാണ്. പിന്നെ ചിക്കൻ ഫ്രൈ. പിന്നെ ഇവിടെ കപ്പയും പത്തലും ഇവിടെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഒരു സ്റ്റൈലിൽ തട്ടുകട ഫുഡ് അത്യാവശ്യം വൃത്തിയിൽ നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ രുചിയിൽ വീട്ടിലാകുന്ന രുചിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ കടികൾക്കൊക്കെ 10 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പള്ളിക്കുന്ന് വുമൻസ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ട് ജ്യോതി സൈസ് കെയർ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്.